പുതിയ പ്രമോ വന്നിട്ടുണ്ട് ഏഷ്യാനെറ്റിൽ ബിഗ് ബോസിൻ്റെ. നമ്മുടെ അനുവും അതേപോലെ നെവിനും തമ്മിലുള്ളൊരു വാക്കേറ്റമാണ് പ്രമോയിൽ കാണുന്നത്. അനുവിനെ എപ്പോഴും നമ്മുടെ നെവിൻ ഇറിറ്റേറ്റ് ചെയ്യും. എപ്പോഴും ഒരുപാട് പുറകെ നടന്ന് അനുവിനെ ഭയങ്കരമായിട്ട് പ്രവോക്ക് ചെയ്യുന്നൊരു തരത്തിലാണ് നെവിൻ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അനുവിനെ പ്രവോക്ക് ചെയ്ത് ലാസ്റ്റിൽ നെവിൻ ആഗ്രഹിച്ചതുപോലെ തന്നെ സാധിച്ചൊരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അനുവിനെ എപ്പോഴും ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്നൊരു പദപ്രയോഗം നെവിൻ എടുത്ത് ചെയ്യാറുണ്ട്. അത് വിളിക്കുമ്പോഴൊക്കെ അനു പറയാറുണ്ട്, എന്നെ അങ്ങനെ വിളിക്കരുത്. ഒരു വട്ടം അനു തിരിച്ച് അമ്മൂമ്മയ്ക്കും വിളിച്ചിരുന്നു. ഇപ്പം ഈ വട്ടത്തെ പ്രമോയിൽ പിന്നെയും നെവിൻ അത് വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ അനു പറയുകയാണ്, എന്നെ ഇനി അത് വിളിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ നിൻ്റെ അമ്മൂമ്മയ്ക്കും അപ്പൂപ്പനും നിൻ്റെ വീട്ടിലുള്ളവരെയും വിളിക്കും. അത് കേട്ടിട്ട് നെവിൻ വീണ്ടും വന്ന് അനുവിനെ വിളിക്കുകയാണ്. അനു തിരിച്ച് നിൻ്റെ അപ്പൂപ്പനോട് പോയി പറ, നിൻ്റെ അമ്മൂമ്മയോട് പോയി പറ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അനു ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ പറയുന്നുണ്ട്. അത് അനുവിന് തന്നെ പണിയാകുമോ എന്നറിയില്ല. അനു പറയുന്നത് ഇങ്ങനെയാണ്, ഇനി ലാലേട്ടൻ വന്ന് പറഞ്ഞാൽ പോലും നീ എന്നെ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് വിളിച്ചാൽ തിരിച്ച് ഞാൻ നിൻ്റെ വീട്ടിലുള്ളവരെ നിൻ്റെ അമ്മൂമ്മയ്ക്കും അപ്പൂപ്പനും വിളിച്ചിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഉടനെ തന്നെ നമ്മുടെ ആര്യൻ അത് എരിവ് കയറ്റി വിടുന്നുണ്ട്. ലാലേട്ടൻ വന്ന് പറഞ്ഞാൽ പോലും നീ വിളിക്കുമല്ലേ, എങ്കിൽ അതൊന്ന് കാണണമല്ലോ എന്ന രീതിയിൽ ആര്യൻ അവിടെ നിന്ന് പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ലക്ഷ്മി പറയുന്നുണ്ട്, അനു നീ അങ്ങനെ പറയരുത്, അത് നിനക്ക് തന്നെ ആപത്താണ് എന്നുള്ള രീതിയിൽ ലക്ഷ്മി സംസാരിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ അക്ബറും ഇതിനകത്ത് പറയുന്നുണ്ട്, വീട്ടിലുള്ളവരെ വിളിക്കാൻ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്നൊരു വാക്ക് ഭയങ്കര മോശം വാക്കൊന്നുമല്ല, വീട്ടിലുള്ളവരെ അതിൻ്റെ പേരിൽ വിളിക്കാൻ പറ്റില്ല എന്ന് അക്ബറും പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അനു ഭയങ്കര ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് ഇവരുടെ അടുത്ത് സംസാരിക്കുന്നത്. പക്ഷേ അനുവിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോഹൻലാലിൻ്റെ മുമ്പിൽ വരുമ്പോൾ അനുവിന് അത് എങ്ങനെ കൺവേ ചെയ്യണമെന്നോ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഒരു കാര്യം പോലും അത് പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ ഇതാണ് ഉദ്ദേശിച്ചത്, ഞാൻ ഇങ്ങനെയാണ് വിചാരിച്ചത് എന്ന് പറയാനും അല്ല അനുവിൻ്റെ ഭാഗം ക്ലിയർ ചെയ്യാനും അനുവിന് ഇതുവരെ പറ്റിയിട്ടില്ല. ഡേ 1 തൊട്ട് കഴിഞ്ഞ വട്ടത്തെ എപ്പിസോഡ് വരെയും മോഹൻലാൽ വരുന്ന സമയത്ത് അനുവിനോട് സംസാരിക്കുന്ന സമയത്ത് എന്ത് പറഞ്ഞാലും ഒന്നും തിരിച്ച് പറയാനില്ലാതെ എന്തൊക്കെയോ പറഞ്ഞാലും അതിനകത്തുനിന്ന് അങ്ങ് നൈസായിട്ട് പോവുക. അല്ലാതെ അനുവിന് കൃത്യമായിട്ടൊന്നും പറയാനോ തിരിച്ച് ഇന്ന കാര്യങ്ങൾ ഇന്ന രീതിയിൽ മറ്റുള്ളവർ കൺവേ ചെയ്യുന്ന പോലെ ചെയ്യാനോ അനുവിന് അറിയത്തില്ല. അനു ഇപ്പോൾ ഉള്ള ദേഷ്യത്തിൽ ഇത് പറഞ്ഞിട്ട് ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് ലാലേട്ടൻ വരുമ്പോൾ തിരിച്ച് പറയാൻ അറിയില്ലെങ്കിൽ അനു വീണ്ടും പഴയ പോലെ തന്നെ ലാലേട്ടൻ മുൻപിൽ എല്ലാവരും കൂടെ എടുത്തിട്ട് അനുവിനെ പൊരിക്കും. തിരിച്ചൊന്നും പറയാതെ അനു നിന്ന് കഴിഞ്ഞാൽ അത് കേട്ടുകൊണ്ടിരിക്കേണ്ടി വരും. ഈ പറയുന്ന ആദില നൂറൊക്കെ പിന്നെയും അനുവിനോട് അകലും. അത് കുഴപ്പമില്ല, അനുവിനോട് അകലുന്നതും അനു ഒറ്റയ്ക്ക് കളിക്കുന്നതുമാണ് നല്ലത്. പക്ഷേ ഇവരെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് അനുവിനെ ഒറ്റപ്പെടുത്തുന്ന സമയത്ത് അത് തിരിച്ച് ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞാനിത് എനിക്ക് പ്രവോക്കേഷൻ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനെയാണ് നെവിൻ എന്നോട് ബിഹേവ് ചെയ്യുന്നതെന്ന് പറയാനുള്ളൊരിത് അനുവിനില്ല. അതേപോലെ നെവിൻ്റെ ഉദ്ദേശവും ഭയങ്കര വിസിബിളാണ്. ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാക്കി അനുവിനെ പ്രവോക്ക് ചെയ്യിപ്പിച്ച് അനുവിനെ ഇവിടുന്ന് ചാടിക്കുക എന്നുള്ളതൊക്കെ തന്നെയായിരിക്കും നെവിൻ ഉദ്ദേശിക്കുന്നത്. അനു അതിൽ നന്നായിട്ട് ചെന്ന് വീണിട്ടുണ്ട്. ഇങ്ങനത്തുള്ള പദപ്രയോഗങ്ങൾ നടത്തുമ്പോൾ ഒന്നിൽ ലാലേട്ടൻ നെവിനെ വിലക്കണം, അനുവിന് ഇഷ്ടമല്ലെങ്കിൽ അത് വിളിക്കരുതെന്ന്. ലാലേട്ടൻ എപ്പോഴും വന്നിട്ട് ആര്യനെയും നെവിനെയും ഒക്കെ തൊട്ട് തലോടി വീഴുകയാണ്. ഇനിയിപ്പം അടുത്ത വട്ടം വരുമ്പോൾ ഏറ്റവും വലിയ ഫയറിങ്ങോടെ ആയിരിക്കും ലാലേട്ടൻ വരുന്നത്. ലാലേട്ടൻ പറഞ്ഞാൽ പോലും ഞാൻ കേൾക്കില്ല, എന്നെ ഇറക്കി വിട്ടാൽ പോലും കുഴപ്പമില്ല എന്നൊരു വാക്ക് അനു പറഞ്ഞ സ്ഥിതിക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ വീക്കെൻഡ് എപ്പിസോഡിൽ ഇതിനെക്കുറിച്ച് എന്താണ് നടക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് കാണാം. അനു ഒരുപാട് പ്രവോക്കായി ഇവർ ഇതിൽ വീഴാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് കണ്ടറിയാം ഇനി എന്താ നടക്കാൻ പോകുന്നതെന്ന്.